നിങ്ങൾ വരയ്ക്കുകയും ചെയ്യണം. നമ്മൾ ഇന്നലെ വരച്ചില്ലായിരുന്നു പടം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഡൊമസ്റ്റിക് സർക്യൂട്ടും കൂടെ നമുക്ക് പഠിക്കാനുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എന്താണ് ഇത് തീർന്നു. അപ്പം ഇവിടെ ശ്രദ്ധിച്ചോണം, ഞാൻ 3 ഡയമെൻഷനിലായിട്ട് നമ്മൾ ആ പടം വരയ്ക്കുക. അതിന് താഴോട്ട് വരയ്ക്കേണ്ട പടമാണ് പറഞ്ഞത്. നമ്മൾ 3 ഡയമെൻഷനിലായിട്ട് ഒരു പടം വരയ്ക്കുകയാണ്. നോക്കിയോ, നമ്മളൊരു ഹോർ ഷൂ ഷേപ്ഡ് മാഗ്നറ്റ് ഇങ്ങനെ വരയ്ക്കാൻ പോവാണ്. കണ്ടോ, ഇതൊരു ഹോർ ഷൂ ഷേപ്ഡ് മാഗ്നറ്റ് ആണ്. 3 ഡയമെൻഷനിലായിട്ട് ഞാൻ അങ്ങ് വരയ്ക്കുവാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി 3 ഡയമെൻഷനിലായിട്ട് അങ്ങ് വരയ്ക്കുവാണേ. ഞാൻ വരച്ചിട്ട് വരയ്ക്കണേ, ഞാൻ വരച്ചിട്ട് വരയ്ക്കണം. ഇത് ഒരു എന്താണ് ഹോർ ഷൂ ഷേപ്ഡ് മാഗ്നറ്റ് ആണ്. അപ്പം ഇത് നോർത്ത് പോളും ഇത് സൗത്ത് പോളും ആണല്ലോ. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണേ. ഇത് 3 ഡയമെൻഷനിലായിട്ട് വരയ്ക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി 3 ഡയമെൻഷനിലായിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ നമ്മളൊരു മാഗ്നറ്റ് വരച്ചു. ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾ ഒറ്റ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. മോളിൽ നിന്ന് താഴോട്ട്, നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, ഇതിന്റെ ഇടയിലായിട്ട് ഞാൻ ഇവിടെ ഞാനൊരു ബാറ്ററി ഒരു ബാറ്ററി ഘടിപ്പിച്ചിരിക്കുകയാണ്. നോക്കിക്കോളൂ, ഞാനൊരു ബാറ്ററി ഘടിപ്പിച്ചിരിക്കുകയാണ്. സോറി, ഞാൻ ഒരു ബാറ്ററി ഇവിടെ ഫിക്സ് ചെയ്യാൻ പോവാണ്. ഞാൻ ബാറ്ററിയുടെ പോസിറ്റീവ് ഈ സൈഡിലാണ്, പോസിറ്റീവ് ഈ സൈഡിൽ, നെഗറ്റീവ് ഈ സൈഡിൽ, നെഗറ്റീവ് ഈ സൈഡിൽ. എന്നിട്ട് ഞാൻ ആ ബാറ്ററി എന്ന് ഒരു വയർ തന്നെ ഇങ്ങോട്ടേക്ക് എടുത്തിരിക്കുകയാണ്. ബാറ്ററി എന്നൊരു വയർ ഇങ്ങോട്ട് എടുത്തു. അതേപോലെ തന്നെ ബാറ്ററി എന്ന് ഒരു വയർ തന്നെ ഇങ്ങോട്ടേക്ക് എടുത്തു. ഈ ബാറ്ററി ഞാൻ അവിടെ എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും കേട്ടോ. ബാറ്ററി എന്നൊരു വയർ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു. ശ്രദ്ധിച്ചോണം, ഞാൻ ഈ പടം വരയ്ക്കുന്നതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. ബാറ്ററി എന്നൊരു വയർ ഞാൻ ഇങ്ങോട്ടും എടുത്തു, ബാറ്ററി എന്നൊരു വയർ ഇങ്ങോട്ടും എടുത്തു. ഇത് ബാറ്ററിയുടെ പോസിറ്റീവ്, നെഗറ്റീവ്. എന്നിട്ട് ഞാൻ ഈ ഹോർ ഷൂ ഷേപ്ഡ് മാഗ്നറ്റിന്റെ ഇടയിലായിട്ട് AB എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ വെക്കുവാണ്. AB എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ വെക്കുക. ഇത് AB എന്ന് പറയുന്ന കണ്ടക്ടറാണ്. ഓക്കെ ആണല്ലോ, ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതായത് കണ്ടക്ടർ തൂക്കിയിട്ടിരിക്കുക എന്നർത്ഥം. ഓക്കെ, ഞാൻ ഹാങ് ചെയ്തിരിക്കുകയാണ്. ഊഞ്ഞാല് തൂക്കിയിട്ടിരിക്കുന്നതല്ലേ നമ്മൾ ഇട്ടിരിക്കുന്നത് അല്ലേ? 3 ഡയമെൻഷനിലായിട്ട് വരച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണേ കേട്ടോ. ഞാൻ വരയ്ക്കാൻ പറ്റുന്ന മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിയോ, നമ്മൾ ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതുവഴി ഇപ്പം ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവിലോട്ടായിരിക്കുമല്ലോ കറണ്ട് പോകുന്നത്. അപ്പം കറണ്ട് തന്നെ ഇങ്ങനെ വന്നിട്ട് ഈ നീല കണ്ടക്ടറിലൂടെ കറണ്ട് ഇങ്ങോട്ടേക്കായിരിക്കുമല്ലോ പോകുന്നത് ഇല്ലേ? അപ്പം ഐയുടെ ഡയറക്ഷൻ അങ്ങോട്ടേക്കായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഇത് ഒരു കാര്യം ചെയ്യും, ഈ കണ്ടക്ടറിനെ നിങ്ങൾ PQ എന്ന് എടുത്താൽ മതിയേ. PQ എന്ന് എടുത്താൽ മതി. PQ, അതിന്റെ കാരണം വേറെ ഉണ്ട്. കാരണം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ B ആണ് കേട്ടോ. B എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. B എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കിയേ, മാഗ്നറ്റിക് ഫീൽഡ് നേരെ താഴോട്ട്, കറണ്ട് നേരെ ഇങ്ങോട്ട്. അപ്പൊ ഇതിന്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഈ PQ എന്ന് പറയുന്ന കണ്ടക്ടറിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? നമുക്കറിയാം, നമ്മുടെ തമ്പ് റൂൾ വെച്ചിട്ട്, അല്ല തമ്പ് റൂൾ അല്ല, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് നിങ്ങളൊന്ന് നോക്കിയേ. അതായത് നിങ്ങളുടെ തമ്പ് ഇങ്ങോട്ട് ഈ ഡയറക്ഷനിലോട്ടായിരിക്കും തമ്പ് ഇരിക്കുന്നത്. തമ്പ് നിങ്ങളുടെ ഈ ഡയറക്ഷനിലോട്ട് ഇരിക്കും. ഓക്കെ, അതേപോലെ തന്നെ തമ്പ് ആ ഡയറക്ഷനിലോട്ട് ഇരിക്കും. നിങ്ങളുടെ 4 ഫിംഗർ നേരെ താഴോട്ടിരിക്കും. അതേപോലെ നിങ്ങളുടെ മിഡിൽ ഫിംഗർ ഇങ്ങോട്ടേക്കായിരിക്കുന്നത്. ശരിക്കും ഇങ്ങനെ വരച്ചാൽ മനസ്സിലാകത്തില്ല, നിങ്ങൾ തന്നെ ഒന്ന് വെച്ച് നോക്കിയേ. നിങ്ങൾ ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഈ പടം വരച്ചിരിക്കുന്ന പോലെ നിങ്ങളുടെ വിരലൊന്ന് വെക്കാൻ ശ്രമിച്ചേ. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ വെക്കേണ്ടി വരും. നോക്കിക്കോളൂ, ഞാൻ ഇതൊന്ന് ക്യാമറ ഒന്ന് ആയിക്കോട്ടെ. ഓക്കെ, നോക്കിക്കോളൂ. അപ്പം നിങ്ങളുടെ 4 ഫിംഗർ താഴോട്ട് പിടിക്കുക. നിങ്ങൾ ഈ ഇങ്ങനെ പിടിച്ചാലും മതി. ക്യാമറ ഓൺ ആയില്ലല്ലേ? ഓക്കെ, നിങ്ങളൊന്ന് നോക്കിയേ. നിങ്ങൾ എങ്ങനെ പിടിക്കുന്നത് അറിയാം. ഇപ്പം ആ പടം വരച്ചിരിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ 4 ഫിംഗർ ഞാൻ എണ്ണീറ്റിരിക്കുകയാണ്. നിങ്ങളുടെ 4 ഫിംഗർ ഇങ്ങനെ താഴോട്ട് പിടിക്കണം. തമ്പ് ഇങ്ങനെ പിടിക്കണം. മിഡിൽ ഫിംഗർ ഇങ്ങനെ പിടിക്കണം. ശരിയല്ലേ? നോക്കിയോ, ഇങ്ങനെയല്ലേ ഇപ്പൊ ആ കണ്ടക്ടറിനകത്തൂടെ കറണ്ട് ഒഴുകി പോകുന്നത്.
നോക്കിയേ, കറണ്ട് കണ്ടോ പിയിൽ നിന്ന് ക്യൂയിലോട്ട് പോകുന്നു. കറണ്ട് മാഗ്നറ്റിക് ഫീൽഡ് മുകളിൽ നിന്ന് താഴോട്ട്. അപ്പൊ നമ്മുടെ തള്ളവിരൽ എങ്ങോട്ടേക്കായിരിക്കും? കണ്ടോ, അങ്ങോട്ടേക്കാണ്. അപ്പം നിങ്ങൾ നോക്കിയേ, ഞാൻ ഇത് ഇവിടെ വരയ്ക്കുമ്പോൾ എനിക്ക് 3 ഡയമെൻഷനിലായിട്ട് എന്റെ വിരൽ വരയ്ക്കാൻ എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ്. നോക്കിയോ, മാഗ്നറ്റിക് ഫീൽഡ് നേരെ താഴോട്ട്. ഓക്കെ, കറണ്ട് ദേണ്ട് ഇവിടെ ഒന്ന് ദേണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പൊ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? നമ്മുടെ തമ്പ് ദേണ്ട് ഈ ഡയറക്ഷനിലോട്ടേക്കായിരിക്കും പോകുന്നത്. ആണോ? ഇത് മനസ്സിലാകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് ചോദിക്കണം. ഈ സാധനം മനസ്സിലാകാത്തവര് ഇതിന്റെ ഡയറക്ഷൻ, അതായത് ഈ പി ക്യൂ എന്ന് പറയുന്ന കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഊഞ്ഞാലാടുന്ന പോലെ ഇത് ഇങ്ങോട്ട് അകത്തോട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ഇപ്പൊ ചോദിക്കണം. ഉണ്ടോ? ചോദിച്ചോ. വിഷ്ണു ഓക്കെ ആണോ? വിഷ്ണു ജോഹാൻ, ഏബല്, അഭിനീത് ഒന്ന് പറഞ്ഞേ, എല്ലാരും ഒന്ന് പറഞ്ഞേ, റെസ്പോണ്ട് ചെയ്തേ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരും. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം, നോക്കൂ. അതായത് നിങ്ങളുടെ ഈ ഒരു കാര്യം ചെയ്തേ. അപ്പൊ ആരാ, ജോഹാൻ ആണോ ചോദിച്ചേ? കറണ്ട് എങ്ങോട്ടാ? ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂളില് തമ്പ് എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഫോഴ്സ്. ഫോർ ഫിംഗർ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ്. ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ്. മിഡിൽ ഫിംഗർ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? കറണ്ട് ആണോ? ഇപ്പൊ ഈ പടം വെച്ചിരിക്കുന്ന പോലെ ഇതെല്ലാം നിന്റെ വിരളൊന്ന് പിടിച്ചു നോക്കി. ഇപ്പൊ പടം വെച്ചിരിക്കുന്ന പോലെ നിനക്ക് നീ എന്ത് ചെയ്യണം അറിയാം? നിന്റെ റൈറ്റ് ഹാൻഡ് എന്ത് ചെയ്യണം? നിന്റെ ഇപ്പൊ നീ ഇരിക്കുന്ന പൊസിഷൻ റൈറ്റ് ഹാൻഡ് നേരെ താഴോട്ട് ഇങ്ങനെ പിടിക്കും. താഴോട്ട് ഇടുക. കിട്ടോ? താഴോട്ട് ഇട്ടോ? എന്നിട്ട് നീ എന്താണ് ഇതുപോലെ ഒന്ന് പിടിച്ചേ. ഇതുപോലെ ഒന്ന് നീ റൈറ്റ് ഹാൻഡിനെ ഇങ്ങനെ താഴോട്ട് ഇട്ടിട്ട് ഇങ്ങനെ കൈ താഴോട്ട് ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചേ. കൈ താഴോട്ട് നീ ഇങ്ങനെ ഇടുക. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നീ ആ പടം വരച്ചിരിക്കുന്ന പോലെ ഇരിക്കുക. ഓരോ വിരളും തിക്ക് ചെയ്ത് നോക്കി. നിന്റെ തമ്പ് എങ്ങോട്ടായിരിക്കുന്നത്? ഈ ഡയറക്ഷനിലോട്ടാണോ ഇരിക്കുന്നത് ഇപ്പം? ആണോ? നിന്റെ മിഡിൽ ഫിംഗർ ഈ ഡയറക്ഷനിലോട്ടാണോ ഇരിക്കുന്നത്? നിന്റെ ഫോർ ഫിംഗർ താഴോട്ടാണോ ഇരിക്കുന്നത്? ആണോ? അപ്പം നമ്മൾ അതേപോലെയല്ലേ പടം വരച്ചിരിക്കുന്നത്. നോക്കിയോ, കറന്റിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ഇത് മുകളിൽ താഴോട്ട്. അപ്പൊ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? ഈ മാഗ്നറ്റിന്റെ അകത്തേക്കായിരിക്കും അതിന്റെ ഫോഴ്സിന്റെ ഡയറക്ഷൻ. അതേപോലെ തന്നെ ഇരിക്കുന്നത്. നീ എങ്ങനെ വെക്കണം? നീ കൈ താഴോട്ട് ഇട്ടിട്ട് വേണം ഇങ്ങനെ നോക്കണം. ആ രീതിയിലാണ് പടം വരച്ചിരിക്കുന്നത്. കണ്ടോ? ഇങ്ങനെ വേണം വെക്കണം. ഇവിടെ നോക്കി, ഇവിടെ നിന്റെ മിഡിൽ ഫിംഗറിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, നിന്റെ ഫോർ ഫിംഗറിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, അതേപോലെ തന്നെ നിന്റെ തമ്പിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് അല്ലേ? അപ്പൊ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്? അകത്തോട്ട് ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ എഴുതിയിടാം, ഇങ്ങനെ എഴുതിയിടാം. മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ആക്ടിങ്, ആക്ടിങ്, ആക്ടിങ് ഡൗൺവേർഡ്. കറണ്ട് എന്താ? കറണ്ട് അകത്തേക്ക് ഇൻറ്റു ദ പ്ലെയിൻ എന്ന് എഴുതിയാൽ മതി. ഇൻറ്റു ദ പ്ലെയിൻ, ഇൻറ്റു ദ പ്ലെയിൻ ആണ്, പ്ലെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? ഫോഴ്സ് ആക്ടിങ്, ആക്ടിങ് ഇൻവേർഡ്സ്, ഇൻവേർഡ്സ് ഓഫ് മാഗ്നറ്റ്, ഇൻവേർഡ്സ് ഓഫ് മാഗ്നറ്റ്. ലെഫ്റ്റ് ഹാൻഡ് അല്ലേ? ആ ലെഫ്റ്റ് ഹാൻഡ് ആണല്ലോ. നീ നിന്റെ ഇടത് കൈ ആണല്ലോ വെക്കേണ്ടത്. ഞാൻ ഈ ക്യാമറയ്ക്കകത്ത് കാണിക്കുമ്പോൾ മിറർ ഇമേജ് ആയിരിക്കും നിനക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നീ എന്റെ റൈറ്റ് ഹാൻഡിൽ കാണിച്ച പോലെ ആയിരിക്കും നിനക്ക് ഫീൽ ചെയ്യുന്നത്. നിന്റെ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് താഴോട്ട് ഇടാനാ പറഞ്ഞത്. മനസ്സിലായോ? ഇപ്പം നീ ആ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിപ്പിച്ച രീതിയിൽ നിന്റെ ഹാൻഡ് വെക്കുമ്പോൾ നിനക്ക് അങ്ങനെ ഫോഴ്സ് എന്താണ് ഈ സൈഡിലോട്ടല്ലേ വരുന്നത്. ഇനി ഇതേ പടം നിങ്ങൾക്ക് വരയ്ക്കാനുള്ള പടമാണ്. ഇനിയും ഇതേ പടം തന്നെ കറണ്ടിന്റെ ഡയറക്ഷൻ ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കുക. അപ്പൊ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? വീണ്ടും ഒരു മാഗ്നറ്റ് വരയ്ക്കുന്നു, മാഗ്നറ്റ് വരയ്ക്കുന്നു. ഇതിങ്ങനെ ഇങ്ങനെ വരുന്നു. ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോള്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അതിന് വ്യത്യാസമില്ല, നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ്. ഇപ്പൊ ഞാൻ ബാറ്ററി തിരിച്ചു കൊടുക്കുകയാണ്. ഞാൻ ബാറ്ററിയുടെ നെഗറ്റീവ് ഇവിടെയും പോസിറ്റീവ് ഇവിടെയും കൊടുക്കുകയാണ്. എന്നിട്ട് ബാറ്ററി എന്നൊരു വയർ ഞാൻ കണക്ട് ചെയ്തിട്ട്
ഇങ്ങനെ കൊണ്ടുവന്നു. ബാറ്ററിയിൽ നിന്ന് പോസിറ്റീവ് എന്നൊരു വയർ കണക്ട് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ കൊണ്ടുവന്നു. എന്നിട്ട് ഇത് ഞാനിപ്പം പി ക്യൂ എന്ന് പറയുന്ന കണ്ടക്ടറിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. പി ക്യൂ എന്ന് പറയുന്ന കണ്ടക്ടർ നമുക്കിപ്പോൾ വേറെ ഏതെങ്കിലും കളർ കൊടുക്കാം. രണ്ട് പി ക്യൂ എന്ന് പറയുന്ന കണ്ടക്ടർ തന്നെ ഇങ്ങനെ കണ്ടോ, ഇതിനിടയിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇത് പി, ഇത് ക്യൂ. പക്ഷെ ഇപ്പൊ കറണ്ട് പോകുന്ന കണ്ടോ, ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഇപ്പൊ കറണ്ട് പോകുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും, ഔട്ട് ഓഫ് ദ പ്ലെയിൻ, ഇതിന്റെ വെളിയിലോട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, ഇങ്ങനെയായിരിക്കും കറണ്ട് പോകുന്നത്. ആണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ താഴോട്ട് തന്നെ, കറണ്ടിന്റെ ഡയറക്ഷൻ നേരെ തിരിച്ച്. ഇപ്പൊ നീ വിരൽ തന്നെ ഇങ്ങനെ പിടിച്ചാൽ മതി. നിന്റെ ലെഫ്റ്റ് ഇപ്പൊ നിങ്ങൾ നേരത്തെ പിടിച്ചു പോലെ നിങ്ങൾ ലെഫ്റ്റ് നേരത്തെ നിങ്ങൾ താഴോട്ട് ഇട്ടിട്ടായിരുന്നു ചെയ്തത്. ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ വിരൽ തന്നെ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി. കൈ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മിഡിൽ ഫിംഗർ നിങ്ങളെ നോക്കിയായിരിക്കും ഇരിക്കുന്നത്. ഈ 4 ഫിംഗർ താഴെ ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡിന്റെ ആണ് ഞാൻ ഈ കാണിക്കുന്ന സമയത്ത് മിറർ ഇമേജ് ആയിരിക്കും നിങ്ങൾക്ക് ക്യാമറയ്ക്കകത്ത് പതിയുന്നത്. അപ്പൊ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് പൊക്കിയ പോലെ ആയിരിക്കും ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ആണ്, നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് തന്നെ ഇങ്ങനെ പിടിക്കുക. അപ്പം 4 ഫിംഗർ താഴോട്ട്, തമ്പ് തേണ്ട ഈ സൈഡിലോട്ട്, അതേപോലെ തന്നെ മിഡിൽ ഫിംഗർ നമ്മളെ നോക്കിയാണ്. ആ ഡയറക്ഷൻ അതുപോലെ അല്ലല്ലേ ഈ പടം വരച്ചിരിക്കുന്നത്. കറണ്ട് ഈ ഡയറക്ഷനിൽ കണ്ടോ, ഈ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് താഴോട്ടാണെങ്കിൽ ഈ പി ക്യൂ എന്ന് പറഞ്ഞ കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും അറിയോ? വെളിയിലോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതായത് ഇതിന്റെ വെളിയിലോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇങ്ങോട്ടേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇതാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഓക്കെ ആണല്ലോ? അത് നിങ്ങൾ തമ്പ് റൂൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനിയും മനസ്സിലായില്ല എന്നുണ്ടോ ചോദിച്ചോ, വേറെ രീതിയിൽ പറഞ്ഞുതരാം. അതായത് നോക്കിയോ, ഇത് എന്താണ്, 2 ഡയമെൻഷനലായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോള്, മാഗ്നറ്റിക് ഫീൽഡ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നു. ഞാൻ ഇതിനിടയിൽ തന്നെ ഇങ്ങനെ ഒരു കണ്ടക്ടർ വെച്ചിരിക്കുകയാണ്. കണ്ടക്ടർ കൂടെ കറണ്ട് ഇപ്പൊ ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് തന്നെ ഇങ്ങോട്ടേക്കായിരിക്കും. നേരത്തെ വരച്ച കേസ് ആണെങ്കിൽ ഹോഴ്സ്ഷൂ ഷേപ്ഡ്, ഇത് നമ്മൾ അതിന്റെ എന്താണ് ഫ്രണ്ട് ഒരു സൈഡിൽ കൂടെ ഉള്ള വ്യൂ. സൈഡിൽ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ കൃത്യം സൈഡിൽ കൂടെ അല്ല, അറിയാലോ 3 ഡയമെൻഷനിൽ വരച്ചിരിക്കുന്നത്. എന്നാൽ ഇത് കൃത്യം അതിന്റെ ഏതെങ്കിലും ഒരൊറ്റ സൈഡിൽ കൂടെ നമ്മൾ നോക്കുവാണെങ്കിലുള്ള പടം വരച്ചിരിക്കുന്നത്. ഇത് നോർത്ത്, ഇത് സൗത്ത്, മോളിയും താഴോട്ട്. ഞാൻ കറണ്ട് കൃത്യം ഇതിനിടയ്ക്ക് തന്നെ ഇങ്ങനെ കണ്ടക്ടർ ഇങ്ങനെ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അതപ്പോൾ കറണ്ടിനെ ഞാൻ അങ്ങോട്ടേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ നോക്കിയോ, ഇതിന്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് തന്നെ ഇങ്ങോട്ടേക്കായിരിക്കും. അതായത് ഈ കണ്ടക്ടർ ഇങ്ങോട്ടേക്കായിരിക്കും. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇത് എഴുതി വെക്കേണ്ടത് ഇങ്ങനെയാണ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാ? മാഗ്നറ്റിക് ഫീൽഡ് ആക്ടിങ് ഡൗൺവേർഡ്സ്, കറണ്ട് എന്താണ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ, വെളിയിലോട്ട് ഇറങ്ങി വരുന്ന രീതിയിലാണ് കണ്ടക്ടറിൽ ഈ മാഗ്നറ്റിക് ഈ ഹോഴ്സ്ഷൂ ഷേപ്ഡ് മാഗ്നറ്റ് പുറത്തോട്ട് ഇറങ്ങി വരുന്ന രീതിയിലാണ് കണ്ടക്ടറിനെ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം കറണ്ട് ഈസ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഇത് മനസ്സിലാക്കാൻ വേണ്ടി, ഇത് കാണാൻ പഠിക്കണ്ട കേട്ടോ, ഇത് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്നതേ ഉള്ളൂ, ഇത് കാണാൻ പഠിക്കണ്ട. അപ്പൊ ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഫോഴ്സ് ആക്ടിങ് outwards ആയിരിക്കും. ഓക്കെ ആണോ? ഇനി ചിലപ്പം അവരെന്ത് ചെയ്താൽ ഇലക്ട്രോണിന്റെ ഫ്ലോ വെച്ചിട്ട് ഒക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരും. നിങ്ങളൊരു കാര്യം നോക്കി, ഞാനൊരു ക്യൂബ് വരച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഇത് ശ്രദ്ധിക്കണേ. അല്ലെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അടുത്തൊരു ടോപ്പിക് കൊണ്ട് എഴുതിയിട്ട് ലാസ്റ്റ് ഒരു ക്യൂബ് വരച്ചിട്ട് ഞാൻ ഇതെല്ലാം ഒന്നുകൂടെ പറഞ്ഞുതരാം, നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയേ. അപ്പം നോക്കിക്കോളൂ. അടുത്തൊരു ഹെഡിങ് എഴുതിക്കേ. ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ട്. ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ട്. In our homes, we receive supply of electric power through a main supply either supported through electric poles or by
അണ്ടർഗ്രൗണ്ട് കേബിൾസ് അണ്ടർഗ്രൗണ്ട്. നമുക്ക് വീട്ടിൽ നമ്മുടെ വൈദ്യുതി കിട്ടുന്ന എവിടുന്നാ? നമുക്കിപ്പം ഇവിടൊക്കെ നമ്മുടെ ഇന്ത്യയിലൊക്കെ പോളിൽ നിന്നാണ് കിട്ടുന്നത്. അതായത് നമുക്കറിയാലോ, നമ്മുടെ അപ്പുറത്ത് പോസ്റ്റ് ഉണ്ട്, ആ പോസ്റ്റിൽ നിന്നാണ് നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് കിട്ടുന്നത്, ഇല്ലേ? ഡാമിൽ നിന്ന് ഓരോ സബ്സ്റ്റേഷൻ വഴി നമ്മുടെ വീടിനടുത്തുള്ള ട്രാൻസ്ഫോമർ കറണ്ട് വരുന്നു. ആ ട്രാൻസ്ഫോമറിൽ നിന്ന് നമുക്ക് എന്താ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കറണ്ട് എടുക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ചില കൺട്രീസിൽ ഈ ഇലക്ട്രിക് ട്രാൻസ്മിഷൻ ഒക്കെ എങ്ങനെയാണെന്ന്, ഇലക്ട്രിക് കറണ്ട് ട്രാൻസ്മിഷനിൽ അണ്ടർഗ്രൗണ്ട്. ഇപ്പൊ മലേഷ്യ പോലുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ, അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പ് ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇലക്ട്രിക് ലൈൻ ഇങ്ങനെ മുകളിൽ കൂടെ അല്ല പോകുന്നത്. ചില സ്ഥലങ്ങളിൽ മുകളിൽ കൂടെയാണ് പോകുന്നത്, എന്നാലും മോസ്റ്റ്ലി എല്ലാ സ്ഥലങ്ങളും അണ്ടർഗ്രൗണ്ട് ആണ് ഇലക്ട്രിക് കേബിൾസ്, അണ്ടർഗ്രൗണ്ടിൽ കൂടാണ് ഇലക്ട്രിക് കേബിൾ പോകുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അത് എഴുതിയിട്ട് ഞാൻ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് എഴുതിക്കോ. വൺ ഓഫ് ദ വയർ ഇൻ ദ സപ്ലൈ ഈസ്, അല്ലെങ്കിൽ യൂഷ്വലി വിത്ത് ഈസ് വേണ്ട, യൂഷ്വലി വിത്ത് റെഡ് ഇൻസുലേഷൻ ഈസ് കോൾഡ് ലൈവ് വയർ. അതിനെ നമ്മൾ പോസിറ്റീവ്, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ പോലെയാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. ഓക്കെ. ഇനി അടുത്തത് അനദർ വയർ വിത്ത് ബ്ലാക്ക് ഇൻസുലേഷൻ ഈസ് കോൾഡ് ന്യൂട്രൽ വയർ. അതിനെ നമ്മൾ നെഗറ്റീവ്, ബാറ്ററിയുടെ നെഗറ്റീവ് പോലെ, നെഗറ്റീവ് അല്ല, ബാറ്ററിയുടെ നെഗറ്റീവ് പോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നെഗറ്റീവ്. ഓക്കെ. ഇനി in our country the potential difference between two wires is 220 volt. അതായത് ഈ രണ്ട് വയറുകളുടെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ 220 വോൾട്ട് ആയിരിക്കും. അത് ഇതെല്ലാം ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. ഇനി ലൈവ് വയർ ഹാസ് എ വോൾട്ടേജ് ഓഫ് 220 വോൾട്ട് ആൻഡ് ഈസ് കവേർഡ് വിത്ത് റെഡ് ഇൻസുലേഷൻ. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, റെഡ് ഇൻസുലേഷൻ. അതേപോലെ തന്നെ എർത്ത് വയർ, നമുക്ക് നമ്മുടെ സ്വിച്ച് ബോർഡിന് 3 ഹോൾസ് ഉണ്ട്. നിങ്ങൾ 3 അല്ല 5 ഉണ്ട്, ചിലതിന് 3 ഹോൾസ്. അതിൽ ലെഫ്റ്റ് ഉള്ളത് എന്താണ് ന്യൂട്രലും, റൈറ്റ് ഉള്ളത് ലൈവും. ഏറ്റവും വലിയ ഹോളിനെ നമ്മൾ എർത്തും എന്നാണ് പറയുന്നത്. അത് നമുക്ക് എന്താന്നുള്ള കാര്യം പറയാം. തൽക്കാലം അടുത്ത പോയിന്റ് എഴുതിക്കോ. എർത്ത് വയർ ഹാസ് എ വോൾട്ടേജ്. എർത്ത് വയർ ഹാസ് എ voltage of 0 volt ബ്രാക്കറ്റിൽ the same as that of earth. എർത്തിന്റെ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും എർത്ത് വയറിന്റെ പൊട്ടൻഷ്യൽ. and is covered with green insulation. എർത്ത് വയർ യൂഷ്വലി കവേർഡ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ഇൻസുലേഷനിലാണ്. യൂണിവേഴ്സൽ ആണ്, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഇൻസുലേഷൻ. ഇനി the neutral wire has black insulation. In our homes we receive AC electric power of 220 volt with a frequency of 50 hertz ആണ്. 50 hertz.
എന്താന്നൊക്കെ പറഞ്ഞുതരാം. ഇത്ര എഴുതിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഒരു നാല് കാര്യം കൂടി എഴുതാനുണ്ട്. എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ തീരും. അത് എഴുതിയിട്ട് ഈ കാര്യങ്ങളെല്ലാം പടം വരച്ച് ഞാൻ കാണിച്ചു തരാം. നോക്കിയോ. അടുത്ത എഴുതേണ്ടത് ഒരു ഡോട്ട് ഇട്ടിട്ട് ഷോർട്ട് സർക്യൂട്ട് എന്ന് എഴുതുക. ഷോർട്ട് സർക്യൂട്ട് എന്ന് എഴുതുക. സർക്യൂട്ട് എന്ന് എഴുതുക. It is caused by the touching of live wire and neutral wire due to which a sudden large current flows. It happens due to ഒരു condition, damage of insulation in power lines അതേപോലെ തന്നെ a fault in an electrical appliances. അടുത്തത് ഓവർലോഡിംഗ് എന്ന് എഴുതിക്കോ. ഓവർലോഡിംഗ്. The overheating of electrical wire in any circuit due to the flow of a large current through it is called ഒരു ടോപ്പിക് കൂടെ ഉള്ളൂ. ഇലക്ട്രിക് ഫ്യൂസ് എന്നും കൂടെ എഴുതാം. ഇലക്ട്രിക് ഫ്യൂസ്. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് പറഞ്ഞു തരാമേ. A protective device used for protecting the circuit from short circuiting and overloading. ബാക്കിയായിട്ട് തന്നെ എഴുതണം. It is a piece of thin wire of material having low melting point and high resistance
റെസിസ്റ്റൻസ്. ഒരു ലൈൻ വിട്ടിട്ട് ഫ്യൂസ് ഈസ് ഓൾവേസ് connected to live വയറിലാണ് എപ്പോഴും കണക്ട് ചെയ്യുന്നത്. and is connected in series with the electric circuit and is also connected in series with the electric circuit. Fuse wire is made of lead tin alloy. So it works on the heating effect of electric current. Heating effect of electric current. ഒരൊറ്റ പോയിന്റ് കൂടെ എഴുതാം. An ideal ഇനി കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഇത് ഇത്ര എഴുതിയിട്ട് ഞാൻ ഇതെല്ലാം പറഞ്ഞുതരാം. ഞാൻ ഇവിടെ കാണിക്കാം. ഇതെല്ലാം പറഞ്ഞുതരാം. എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് പറയാൻ പോകണേ. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് പറയാൻ പോകണം. അപ്പം നമ്മുടെ ആദ്യം ഇത് നമ്മുടെ വീടാണ്. നിങ്ങളുടെ വീടാണെന്നുള്ള കാര്യം ചിന്തിക്കുക. ഇത് നിങ്ങളുടെ വീടാണ്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോണേ. ഇത് നിങ്ങളുടെ വീടാണ്. വീടിന്റെ കഥ ഇവിടെയാണെന്ന് വിചാരിച്ചു. ഓക്കെ. നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ. ഇവിടെയാണ് ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നത്. ഓക്കെ. ഇലക്ട്രിക് പോസ്റ്റിന് 2 നിലകളുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ. അതില് ഇവിടെ നിങ്ങളുടെ വീടിന്റെ അടുത്ത് ട്രാൻസ്ഫോമർ ആണെന്ന് ചോദിച്ചു. ഈ ട്രാൻസ്ഫോമറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 ട്രാൻസ്ഫോമറിലേക്ക് 4 ലൈനുകളാണ് വരുന്നത്. അപ്പം അത് നിങ്ങൾ ഇത് ചെയ്യേണ്ട. ട്രാൻസ്ഫോമറിൽ വരുന്നത് 11 kV ലൈനാണ് വരുന്നത്. ആ 11 kVനെ 11 kV എന്ന് പറയുമ്പോൾ 11,000 11,000 വോൾട്ട്. ആ 11,000 വോൾട്ട് നിങ്ങളുടെ വീട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് മൊത്തം നിന്ന് കത്തും. അപ്പം വീട്ടിൽ കിട്ടുന്ന കറണ്ടിനെ എന്ത് ചെയ്യണം? അത് 11 kV എന്നുള്ളത് 220 വോൾട്ട് ആക്കി കുറയ്ക്കണം. അതിനുവേണ്ടിയാണ് നിങ്ങളുടെ വീടിനടുത്ത് ട്രാൻസ്ഫോമർ. അപ്പം ട്രാൻസ്ഫോമറിൽ നിന്ന് നോക്കിക്കോളൂ. ഇങ്ങനെ നിങ്ങളുടെ പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റിൽ ഇങ്ങനെ 2 നിലകളായിട്ടാണ് ഉള്ളതെന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ. അപ്പൊ റോഡിന് ഇപ്പുറത്തും ഒരു വീടുണ്ടെന്ന് വിചാരിച്ചു, ഇവിടെയും ഒരു വീടുണ്ടെന്ന് വിചാരിച്ചു. ഇതിന്റെ കഥ ഇവിടെ. അപ്പൊ ഈ മോളിൽ കൂടെ പോകുന്ന ഇതെല്ലാം 11 kV ആയിരിക്കും. അതായത് ഈ മോളിൽ കൂടെ പോകുന്ന അപ്പുറത്തെ 2 സൈഡിലൂടെ മോളിലത്തെ ലെയറിൽ കൂടെ പോകുന്ന 2 ലെയർ. ഇതിൽ ഒരു വയർ ലൈവും ഒരു വയർ ന്യൂട്രലും. ഇതിൽ ഒരു മോളിൽ കൂടെ പോകുന്ന ഇതിൽ ഒരു വയർ ലൈവും ഒരു വയർ ന്യൂട്രലും. ഓക്കെ ആണോ? ഇത് 11 kV ആണ്. മോളിലത്തെ ലെയർ എന്ന് പറയുമ്പോൾ 11 kV ആണ്. ഈ 2 സൈഡിൽ 11 kV ആണ്. ഓക്കെ ആണോ? ഇനി താഴെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ മോളിലത്തെ ലൈൻ എല്ലാം തുടച്ചു കളയാണ്. ഇനി താഴത്തെ ഒരു ലൈൻ ഉണ്ടല്ലോ. താഴത്തെ ലൈൻ കൂടെ പോകുന്നുണ്ട്. ഇതുവഴി ഒരു ലൈൻ, ഇതുവഴി ഒരു
കടന്നു പോകും. അതായത് ഇതുവഴി ഒരു വയറും ഇതുവഴി ഒരു വയറും പോകുന്നു. അതേപോലെ ഇതുവഴി ഒരു വയർ. ഇതിൽ ഒരെണ്ണം ലൈവും ഒരെണ്ണം ന്യൂട്രലുമാണ്. ഇവിടെ ഒരെണ്ണം ലൈവും ഒരെണ്ണം ന്യൂട്രലും. ഓക്കെ ആണല്ലോ. ഇത് 220 വോൾട്ട്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കറണ്ട് ആ 220 വോൾട്ട് ആണ് പവർ സപ്ലൈ. അപ്പൊ ഇത് എന്ത് ചെയ്താൽ നമ്മുടെ വീട്ടിലെ ഇവിടെ ഒരു നമ്മുടെ ഫ്യൂസ് മെയിൻ സ്വിച്ച് ഉണ്ടല്ലോ. മെയിൻ സ്വിച്ചിൽ ഒരു ഡിജിറ്റൽ മീറ്റർ ഒക്കെ ഉള്ള ഒരു നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇവിടെ നിന്ന് ഒരു വയർ ലൈവിൽ നിന്ന് ഒരു ചുമന്ന വയർ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു ചുമന്ന വയർ ഇവിടെ ഇങ്ങോട്ട് കയറുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ന്യൂട്രലിൽ നിന്ന് ഒരു വയർ ഇങ്ങനെ വന്ന് ന്യൂട്രലും ഈ പറഞ്ഞ ബ്ലാക്ക് കളർ ഒരു വയർ ഇവിടെ ഇങ്ങനെ കയറുന്നുണ്ടായിരിക്കും. ഇതാണ് നിങ്ങളുടെ മറ്റേ മീറ്ററിന്റെ ഇവിടെ ഒരു മെയിൻ സ്വിച്ച് ഉണ്ട്. ആ മെയിൻ സ്വിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നിങ്ങൾ വീട്ടിനകത്തോട്ടുള്ള കണക്ഷൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ഇപ്പുറത്ത് ഒരു വീടുണ്ട്. ഇപ്പുറത്തെ വീടിന്റെ കാര്യം ഇത്. ഇവിടെയും ഈ പറഞ്ഞ പോലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് മെയിൻ സ്വിച്ച് ഉണ്ട്. അപ്പം ഇവിടെയും ഈ പറഞ്ഞ പോലെ ഒരു കണക്ഷൻ എന്താണ്, ലൈവിൽ നിന്ന് ഒരു റെഡ് കണക്ഷൻ ഇങ്ങോട്ടും ന്യൂട്രലിൽ നിന്ന് ഒരു ബ്ലാക്ക് വയർ ത്രൂ ഒരു കണക്ഷൻ. അപ്പൊ ഇത് ഡിജിറ്റൽ മീറ്റർ ആണ്. ഇവിടെ ഒരു ഫ്യൂസ് ഉണ്ട്. ആ ഫ്യൂസിൽ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ് കറണ്ട് നമ്മുടെ വീട്ടിലെത്തുന്നത്. ഇതിൽ നമ്മളെന്താ പറഞ്ഞത്, നമ്മുടെ റെഡ് ഇൻസുലേഷനിലുള്ള വയർ ലൈവ് കണക്ഷൻ, അതുവഴിയാണ് ശരിക്കും കറണ്ട് വരുന്നത്. മറ്റേ ന്യൂട്രൽ അതിൽ നിങ്ങൾ തൊട്ടാലും നിങ്ങൾക്ക് ഷോക്ക് അടിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞു തൊടല് കേട്ടോ, ഈ ഷോർട്ട് സർക്യൂട്ട് വല്ലതും വയറ് ഷോർട്ടായി കിടക്കുവാണെങ്കിൽ ന്യൂട്രലിൽ കറണ്ട് ഉണ്ടാവും. സാധാരണഗതിയിൽ ഈ ന്യൂട്രലിന്റെ പൊട്ടൻഷ്യൽ എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. ഇതിന്റെ പൊട്ടൻഷ്യൽ 220, ഇതിന്റെ പൊട്ടൻഷ്യൽ 220, ഇതിന്റെ പൊട്ടൻഷ്യൽ എന്താ, ഇതിന്റെ പൊട്ടൻഷ്യൽ ഇത് 220 വോൾട്ടും ഇത് 220 വോൾട്ടും ഇതെന്താ, ഇത് എന്താ 220 വോൾട്ടും ഇതിന്റെ വോൾട്ട് 0 വോൾട്ട് ആണ്. പക്ഷെ ഇതിന്റെ വോൾട്ട് 0 ആണെന്ന് നമ്മൾ തന്നിട്ടില്ല. നമ്മൾ എർത്ത് വയറിന്റെ ഇത് 0 ആണെന്ന് തന്നിരിക്കുന്നത്. അതാണ് നിൽക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ 220 വോൾട്ടും ഇത് 0 വോൾട്ട് ആയിരിക്കും. അപ്പം ഈ ഇതേ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോക്ക് അടിക്കും, ഇതേ തൊട്ടാൽ നിങ്ങൾക്ക് ഷോക്ക് അടിക്കത്തില്ല. പ്രൊവൈഡ് എന്താണ്, ഷോർട്ട് സർക്യൂട്ടിംഗ് ഒന്നും ഇല്ല, വയറിംഗ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ എന്നും പറയാതെ പോയി തൊള്ളാൻ നിൽക്കണ്ട കേട്ടോ, അത് ഓർമ്മ. ഓക്കെ. അപ്പം ഇത് 220, ഇത് എന്താണ് 0 വോൾട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താ, 220 മൈനസ് 0 ആണ്. അപ്പൊ നമുക്ക് 220 വോൾട്ട് വരും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈവ് ആൻഡ് ന്യൂട്രൽ വയർ എത്രയായിരിക്കും, 220 വോൾട്ട് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ നേരെ വീടിനകത്തോട്ട് വരികയാണ്. അപ്പൊ നമ്മുടെ വീടിനകത്തോട്ട് വരുന്ന സമയത്ത് വീടിനകത്ത് 3 വയറാണ് വരുന്നത് നോക്കിയാൽ. അപ്പൊ ഇത് ചുമന്ന വയറും ഇതൊരു ബ്ലാക്ക് വയറും. ഇനി ആ മെയിൻ സ്വിച്ചിന്റെ അവിടെ നിന്ന് ഒരു താഴോട്ട് ഒരു കണക്ഷൻ കൂടെ താഴോട്ട് ഭൂമിക്ക് അടിയിലോട്ട് ഒരു സാധനം കൂടെ പോകുന്നുണ്ട്. ഭൂമിക്ക് അടിയിലോട്ട് അതെന്താണ്, എർത്ത് കണക്ഷൻ. അൺവാണ്ടഡ് എക്സ്ട്രാ കറണ്ട് ഒക്കെ പിടിയൊക്കെ വെട്ടുന്ന സമയത്ത് ഈ 220 എന്നുള്ളത് ചിലപ്പോൾ 300 കറണ്ടൊക്കെ കയറി വരും. അപ്പൊ എക്സ്ട്രാ ആയിട്ടുള്ള ഇതിനെ എന്ത് ചെയ്യും, എർത്ത് ചെയ്ത് കളയാൻ വേണ്ടിയാണ് ഭൂമിക്ക് അടിയിലോട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ പച്ച വയറിലെ കണക്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് എല്ലാ അപ്ലയൻസിലും ഈ എർത്ത് വയർ ഉണ്ടാവും. അതില് നമ്മുടെ സ്വിച്ച് ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ സ്വിച്ച് ബോർഡ് ഇവിടെ ആയിട്ട് വലിയ കുഴിയും ഇവിടെ ആയിട്ട് ഒരു ചെറിയ 2 കുഴിയും കാണും. ഇതിൽ വലത്ത് ഉള്ളത് ലൈവും ഇടത്തുള്ളത് ന്യൂട്രൽ വയറിലെ കണക്ഷൻ ആണ്. ഇത് എർത്ത് വയറിലെ കണക്ഷൻ ആണ്. ഓക്കെ ആണല്ലോ. എപ്പോഴും ആലോചിച്ചോണം, ഇടത്തുള്ള ന്യൂട്രൽ. അതേപോലെ തന്നെ ഇടത്തുള്ളത് കറക്റ്റാണ്. ഇടത്തുള്ളത് ന്യൂട്രലിന്റെ കുഴിയാണ്, വലത്തുള്ളത് ലൈവിന്റെ കുഴിയാണ്. അതേപോലെ തന്നെ ഈ ടോപ്പിലുള്ളത് എർത്ത് വയറിന്റെ കുഴിയാണ്. ഓക്കെ. നിങ്ങൾ ഒരു പവർ അപ്ലയൻസസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിനെന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ തൊട്ടാൽ ഷോക്ക് അടിക്കും. ഫോൾട്ട് ഉണ്ടെങ്കിൽ ഷോക്ക് അടിക്കും. അത് ഇരുമ്പിന്റെ ഫ്രെയിം ആണ്, ഷോക്ക് അടിക്കും. അങ്ങനെ ഷോക്ക് അടിക്കാതിരിക്കാനൊക്കെ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഈ എർത്ത് കണക്ഷൻ സഹായിക്കും. അപ്പൊ എക്സ്ട്രാ ഉള്ള കറണ്ട് അത് ഈ എർത്തിനകത്തൂടെ കടത്തി വിട്ട് ഭൂമിക്കടിയിലോട്ട് കൊടുക്കും. ഓക്കെ ആണല്ലോ. അപ്പം ഇത് എപ്പോഴും ആലോചിക്കണം. ചിലപ്പം ഈ ഒരു സോക്കറ്റ് ലൈവ് ഏതാ എർത്ത് ഏതാ ന്യൂട്രൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ തരും. ഇനി ചിലപ്പോൾ എന്ത് ചെയ്തറിയാമോ, പ്ലഗ് തരും. പ്ലഗ് കണ്ടോ, ഒരു പ്ലഗ് നിങ്ങൾ ഇങ്ങനല്ലേ ഇരിക്കുന്നത്, ഇങ്ങനെ ഇത് ലൈവ്. അതേപോലെ തന്നെ കണ്ടോ, ഇങ്ങനെ ഈ പ്ലഗ് തരും. പക്ഷെ പ്ലഗ് നിങ്ങൾ തിരിച്ചല്ലേ വെക്കുന്നത്, ഇങ്ങനെ എടുത്തിട്ട് ഇത് നേരെ ഫ്ലിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കുത്തിയാലേ പറ്റത്തുള്ളൂ. അപ്പം ഇത് ന്യൂട്രൽ ആയിരിക്കണം, ഇത് ലൈവ് ആയിരിക്കണം, ഇത് എർത്ത് ആയിരിക്കും. കണ്ടോ.
പ്ലഗിന്റെ എപ്പോഴും തരുന്ന സമയത്ത് ഈ സോക്കറ്റിനെ നേരെ തിരിയും. ഓക്കെ, അത് ഒറ്റ കാര്യം പഠിച്ചാൽ സോക്കറ്റിന്റെ പഠിച്ചിട്ട് പ്ലഗിന്റെ നേരെ തിരിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ പടമൊക്കെ തന്നിട്ട് ചിലപ്പോൾ ചോദിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ഇടത് സൈഡിലെ ന്യൂട്രൽ കണക്ഷന്റെയും വലത് സൈഡിലെ ലൈവ് കണക്ഷന്റെയും കുഴിയാണ്. അതേപോലെ തന്നെ എന്താണ് ഏറ്റവും വലിയ ഹോൾ എന്ന് പറയുന്നത് എന്താണ്? എർത്തിന്റെ ഹോളാണെന്നുള്ള കാര്യം ആലോചിക്കുക. ഈ എർത്ത് വയറിന്റെ പൊട്ടൻഷ്യലും 0 പൊട്ടൻഷ്യൽ ആയി. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ പഠിപ്പിച്ചു, ഫ്യൂസ്. ഫ്യൂസ് എവിടെയാണ് അറിയിക്കുന്നത്? നമ്മുടെ നിങ്ങൾ നോക്കിയാൽ ഡിജിറ്റൽ മീറ്ററിന്റെ സൈഡിലായിട്ട് ഒരു ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഒരു ഫ്യൂസ് കാണാൻ ഇങ്ങനെ ഒരു ഇതാണ്. ഇവിടെ 4 ടെർമിനലാണ്, 1, 2, അതേപോലെ 3, 4. എന്നിട്ട് ഇവിടെ എസ് പോലെ ഒരു വയർ ഇതിന്റെ ലെഫ്റ്റ് ടെർമിനലാണ്, ഇവിടെ ഒരു റൈറ്റ് ടെർമിനലുണ്ട്. ഇത് ഒരു ഫ്യൂസ് വയർ ആണ്. ഇത് ലെഡ് ടിൻ അലോയ് ആണ്. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? പെട്ടെന്ന് ഒരു മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇത് ഒരു 220 വോൾട്ടിനെ എന്താണ് 220 വോൾട്ട് കടത്തി വിടാൻ പാകത്തിനാണ് ആ വയർ ഇരിക്കുന്നതെങ്കിൽ പിടിയൊക്കെ വെട്ടുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഉള്ളതുകൊണ്ട് ഡ്രിപ്പ് ആവും. പണ്ടെന്ന് പറയുമ്പോൾ ഈ ഫ്യൂസ് കത്തിയാൽ പോകും. ഫ്യൂസ് കത്തി പോകാന്ന് പറയുമ്പോൾ ഇടിയൊക്കെ വെട്ടുന്ന സമയത്ത് 220 കറണ്ട് കയറി വരുന്നിടത്ത് ചിലപ്പോൾ 300, 320 ഒക്കെ കയറി വരും. അപ്പൊ എന്ത് ചെയ്യും? കറണ്ട് കൂടുതൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ ആ കണ്ടക്ടർ കൂടുതൽ ചൂടാകുമ്പോൾ ആ ലെഡ് ടിൻ ആലോചിക്കുക, ആ ചൂട് താങ്ങാൻ പറ്റില്ല. കാരണം മെൽറ്റിംഗ് പോയിന്റ് കുറവായിരിക്കും, അത് പൊട്ടിപ്പോകും. പൊട്ടിപ്പോകുമ്പോൾ എന്ത് സംഭവിക്കും? കണക്ഷൻ അവിടെ നിൽക്കും. അകത്തുള്ള അപ്ലയൻസസുകളൊക്കെ പ്രൊട്ടക്റ്റഡ് ആണ്. ഇല്ല ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നറിയാമോ? ഇപ്പൊ ഫ്യൂസ് വയർ കത്തി കഴിയുമ്പോഴത്തേക്കും കോപ്പറിന്റെ തന്നെ വയർ എടുത്തിട്ട് കട്ടി ഇവിടെ കണക്ട് ചെയ്ത് വെക്കും. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുന്ന മണ്ടത്തരം. കാരണം അറിയോ? കോപ്പറിന്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. ഈ 300 എന്നല്ല 400 വാട്ട്സ് കറണ്ട് അല്ലെങ്കിൽ 400 വോൾട്ടിന്റെ കറണ്ട് ഇടിവെട്ടിട്ട് കയറി വന്നെന്ന് പറഞ്ഞാലും ഈ ഫ്യൂസ് വയറിനെ കത്തിക്കത്തില്ല. എല്ലാ വയറിനെ എന്ത് ചെയ്യും? നമ്മുടെ വീടിനകത്തെ ഉപകരണങ്ങളിലേക്ക് എന്ത് ചെയ്യും? കടത്തി വിടും. അതെല്ലാം എന്ത് ചെയ്യും? വെടി പോയി ചെയ്യും. കണ്ടിട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് അയ്യോ ഇന്നലെ ഭയങ്കര ഇടിയായിരുന്നു, എന്റെ വീട്ടിലെ ടി വി അടിച്ചു പോയി, ഫ്രിഡ്ജ് അടിച്ചു പോയി. അത് ഒന്നെങ്കിൽ വയറിംഗ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഫ്യൂസ് കൃത്യമല്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? ഫ്യൂസ് ചിലപ്പോൾ ഈ പറഞ്ഞ ലെഡ് ടിൻ അലോയ്ക്ക് വരും. ഒരു പ്രാവശ്യം ലെഡ് ടിൻ അലോയ് വെക്കും, അത് കത്തിപ്പോകുമ്പോൾ എന്ത് ചെയ്യും? ലെഡ് ടിൻ അലോയ് ഒന്നും മേടിക്കാൻ പോകത്തില്ല. പകരം എന്ത് ചെയ്യും? നിങ്ങളുടെ വയർ ഒന്നും അല്ലെങ്കിൽ എക്സ്ട്രാ ആയിരിക്കുന്ന വയർ ഒന്നും കട്ട് ചെയ്തിട്ട് അതിനകത്തൊന്ന് കോംപ്രമൈസ് നിങ്ങളുടെ മെയിൻ കണക്ഷനുമായിട്ട് സീരിയസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. കാരണം എന്താ അറിയോ? അങ്ങനെ കണക്ട് ചെയ്താൽ മാത്രമേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സീരിയസ് കണക്ഷനിൽ കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം ഈ ഫ്യൂസ് വയറിൽ കൂടെ പോകുന്ന കറണ്ട് തന്നെയായിരിക്കും മറ്റേ ഇതിനകത്തുള്ള ബാക്കിയുള്ള അപ്ലയൻസസുകളിനകത്തൂടെ കടന്നു പോകുന്നത്. അപ്പൊ ഫ്യൂസ് വയർ അടിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫ്യൂസ് വയർ കത്തി പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്ത് ചെയ്തില്ല, അങ്ങോട്ടേക്ക് കറണ്ട് ഫ്ലോ ചെയ്തില്ല. അപ്പൊ അതെല്ലാം പ്രൊട്ടക്ട് ആണ്. പക്ഷെ പാരലൽ കണക്ഷൻ ആണ് എന്ത് ചെയ്യും? പാരലൽ കണക്ഷൻ ഇപ്പൊ ഇവിടെ ഫ്യൂസ് വയർ ചെയ്ത് ടി വി ഇങ്ങനെയും അതേപോലെ തന്നെ ഫ്രിഡ്ജ് ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ഫ്യൂസ് വയർ എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ കത്തിപ്പോയാൽ ഏതെങ്കിലും ഒരു സൈഡ് കത്തിപ്പോയാൽ മറ്റേ സൈഡിൽ നിന്ന് കറണ്ട് കയറി വന്നിട്ട് ഏതെങ്കിലും ഒരു അപ്ലയൻസിനെ അടിച്ചു കളയും. മനസ്സിലായോ? അപ്പൊ ഫ്യൂസ് വയർ എപ്പോഴും ഇതുമായിട്ട് സീരിയസ് ആയിട്ട്, ഇവിടെ ടി വി ഇവിടെ ആണെങ്കിൽ അടുത്ത ഫ്രിഡ്ജ് ഇവിടെ കണ്ടത്, ഇതെല്ലാം സീരിയസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് കട്ടായി പോകുമ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യും? ഇതിന്റെ കണക്ഷൻ എല്ലാം കട്ടായി പോകും. അപ്പൊ അതെല്ലാം പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പം ഇനി 2 കണ്ടീഷനുകളുണ്ട്, ഓവർലോഡിങ്, ഷോർട്ട് സർക്യൂട്ടിങ്. ഷോർട്ട് സർക്യൂട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ ലൈവ് വയറും ന്യൂട്രൽ വയറും എർത്ത് വയറും എല്ലാം നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ വീടിനകത്ത് ഭിത്തിയിൽ കൺസീൽഡ് വയറിംഗ് ചെയ്യുമ്പോൾ ഇതിനകത്തൂടെ പൈപ്പ് പോയിട്ടുണ്ട്. ആ പൈപ്പിനകത്തൂടാണ് ഈ 3 വയർ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിങ്ങനെ കെട്ടി വെച്ചിരിക്കുക 3 വയർ. ഇൻസുലേഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കെട്ടാൻ പറ്റുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? പച്ച, റെഡ്, അതേപോലെ മഞ്ഞ, അങ്ങനെയൊക്കെയുള്ള വയറാണ് നമ്മുടെ വീടിനകത്ത് വന്നിരിക്കുന്നത്, ഇല്ലേ? എന്നാൽ ഇതെല്ലാം ഒരുമിച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. വയർ ടൈ ഇട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. പക്ഷെ കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും ഈ പ്ലാസ്റ്റിക് ഒക്കെ പതുക്കെ എന്ത് ചെയ്യും? ഉരുകി, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ ഡ്രൈ ആയി പോകാൻ തുടങ്ങും. അപ്പൊ എന്ത് ചെയ്തോ? ഇതിനകത്തുള്ള ചെമ്പ് കമ്പികൾ തമ്മിൽ കണക്ട് ആവും. എപ്പോഴാണോ ലൈവിന്റെയും ന്യൂട്രൽ വയറും തമ്മിൽ കണക്ട് ആകുന്നത്, അപ്പൊ അവിടെ ഷോർട്ട് സർക്യൂട്ടിങ് ഉണ്ടാവും, കത്തും. അതായത് നിങ്ങൾ കണ്ടിട്ടില്ലേ? തുണിക്കടയൊക്കെ കത്തിപ്പോയി ഷോർട്ട് സർക്യൂട്ടിങ് ആണ് കാരണം, അല്ലെങ്കിൽ വലിയ കടകളൊക്കെ തീ പിടിച്ചു, ഷോർട്ട് സർക്യൂട്ടിങ് ആണ്. അതെന്താണെന്നറിയോ? അവരുടെ വയറിംഗ് കൃത്യമല്ലാത്തതുകൊണ്ട് ലൈവ് വയറും ന്യൂട്രൽ വയറും കണക്ട് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യും? അവിടെ എന്താണ് കത്തും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാക്ക പോസ്റ്റേൽ അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റേൽ ഇരുന്ന് ചാകുന്നത് ഒറ്റ കണ്ടീഷൻ. എങ്ങനെയാണെന്നറിയോ? കാക്ക ഈ ഇതിപ്പോ ലൈവ് വയറും ഇത് ന്യൂട്രൽ വയറും അല്ലേ? ഇലക്ട്രിക് പോസ്റ്റിന്റെ ഇലക്ട്രിക് പോസ്റ്റ് പോകുന്നുണ്ട്, അതിന്റെ ലൈവ് വയറും ന്യൂട്രൽ വയറും എന്ന് വിചാരിച്ചു. ഈ ലൈവ് വയർ മാത്രം വന്ന് കാക്ക കഴിഞ്ഞാൽ കാക്ക കത്തത്തില്ല. എങ്ങനെയും ഈ കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ഈ യുമാർ അഭ്യാസം കാണിക്കും. ഏറ്റവും അഭ്യാസം കാണിക്കുന്ന ആരാണെന്നറിയോ?
നമ്മുടെ വവ്വാൽ ഇതേ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ എപ്പോഴാണോ ഇതേ ടച്ച് ചെയ്തിട്ട് ഇതേലും കൂടെ പോകുന്നത് അപ്പം കത്തും. അപ്പോ ഒരു വെടി പോലെ ശബ്ദം കേൾക്കും. അപ്പൊ അത് കരിഞ്ഞു. അപ്പൊ ലൈവ് വയറും ന്യൂട്രൽ വയറും തമ്മിൽ നമ്മളെ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യും, നമ്മൾ ഉൾപ്പെടെ എന്ത് ചെയ്യും, കരിഞ്ഞു അല്ലെങ്കിൽ ഷോക്ക് അടിച്ച് നമ്മുടെ മുടി സ്ട്രൈക്ക് ആവും. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് ലൈവ് വയറും ന്യൂട്രൽ വയറും കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ വരുന്നത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും, കത്തും. ഓക്കെ ആണല്ലോ. അടുത്തത് ഓവർലോഡിങ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാണ്. ഞാൻ ഇവിടെ ഇതൊരു പവർ പ്ലഗ് ആണ്. ഇതൊരു പവർ പ്ലഗ് ആണ് വിചാരിച്ചു. ഈ പവർ പ്ലഗില് ഇതൊരു 12 ആംപിയറിന്റെ പവർ പ്ലഗ് ആണ്. അപ്പം ഇത് ഒരു ഫ്രിഡ്ജ് കണക്ട് ചെയ്യാൻ പറ്റും. ഫ്രിഡ്ജിന് നല്ല പവർ ഡിവൈസ് ആണ്. അപ്പം അല്ലെങ്കിൽ AC അങ്ങനെയുള്ള ഡിവൈസുകളെല്ലാം പവർ ഡിവൈസ് ആണ്. എന്നാൽ ഞാൻ എന്ത് ചെയ്യാറിയോ, ഈ പവർ പ്ലഗ് ഒരു മറ്റേ എന്താണ് കേബിൾ എടുത്തിരിക്കുകയാണ്. നമുക്ക് എക്സ്ട്രാ കണക്ഷൻ കൊടുക്കാൻ പറ്റുന്ന കേബിൾ ഉണ്ടല്ലോ, ആ കേബിൾ നമ്മൾ എടുത്തിരിക്കുകയാണ്. എക്സ്റ്റൻഷൻ കേബിൾ എടുത്തിട്ട് എക്സ്റ്റൻഷൻ കേബിൾ കുറെ സോക്കറ്റുകൾ കാണുമല്ലോ. കുറഞ്ഞൊരു 5 സോക്കറ്റുകൾ 3 സോക്കറ്റിലൊക്കെ ഉണ്ടാവും ഇല്ലേ. ഇവിടെ കുറെ സ്വിച്ചുകളും ഇങ്ങനെ കാണും. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ 12 ആംപിയറിന്റെ ഞാനൊരു എക്സ്റ്റൻഷൻ കേബിൾ എടുത്തിട്ട് ഇതേ TV, ഇതേ AC, ഇതേ ഫ്രിഡ്ജ്, ഇതേ മിക്സി, ഇതേ ഗ്രൈൻഡർ കൊടുക്കുക. ഇത് 12 ആംപിയറേ വലിക്കത്തുള്ളൂ. ഇതെല്ലാം കൂടെ ആ 12 ആംപിയർ ഫ്രിഡ്ജ് മാത്രം കണക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ 12 ആംപിയറിന്റെ ഏകദേശം കറണ്ട് ആവും. എന്നാൽ ഞാൻ അതിലിപ്പം ഒരു കണക്ഷൻ എടുത്തിട്ട് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, ഇത്രയും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് താങ്ങാൻ പറ്റില്ല. ഇതെന്ത് ചെയ്യും, ഇത് ഹീറ്റ് കൂടിയിട്ട് ഇതൊക്കെ കത്തും. അപ്പം ഇത് ഓവർലോഡിങ്, അതിനെ കൊണ്ട് പറ്റാവുന്നതിലും അധികമാണ്, ഓവർലോഡിങ്. അപ്പൊ എന്ത് ചെയ്യും, അത് കത്തിപ്പോവും. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, ഷോർട്ട് സർക്യൂട്ടിങ് ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് തീ ഉണ്ടാകും. അതായത് അവിടെ ആ തീ പടരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകും. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ഇനിയും എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. എക്സ്ട്രാ ഒന്നുമില്ല, എല്ലാം ഏകദേശം കവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ബാക്കി ചെയ്യാം. ഈ ചാപ്റ്റർ ഇവിടെ അങ്ങനെ നിർത്തുക. അതേപോലെ തന്നെ നാളെ മൊത്തം ക്ലാസ് ഉണ്ട്. ആർക്കെങ്കിലും ക്ലാസ് ഉണ്ടോ എന്ന് പറഞ്ഞ് എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ.